കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ കൊടകര പഞ്ചായത്തിലെ നെൽകൃഷിക്ക് നാശം. കൊയ്ത്തിന് പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിയത്. മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. മഴ തുടർന്നാൽ പാടശേഖരങ്ങളിലെ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും വീണുകിടക്കുന്ന നെൽച്ചെടികളിലെ കതിർമണികൾ മുളച്ച് നശിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇന്നലത്തെ മഴയില് എല്ലാവരും നെല്ലും ആകെ വീണമ്പി പോവാണ്. ഇനി അത് കൊയ്താൽ അതിന്റെ ഒരു കാൽഭാഗമാണ് നമുക്ക് കിട്ടാൻ പോണത്. അതിന്റെ മേലൊന്നും കിട്ടാൻ പോണില്ല. വൈക്കോല് നശിക്കും, നെല്ലിന്റെ എന്തായാലും മുക്കാൽ ഭാഗം നശിച്ചു പോവാണ്. അപ്പൊ തന്നെ നോക്കുമ്പോൾ വലിയ ലാഭകരമല്ല ഇപ്പോഴത്തെ ഇതിലും കൃഷി. പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ചെളിയിലിറങ്ങുന്ന തരത്തിലുള്ള യന്ത്രം എത്തിച്ച് കൊയ്ത്ത് നടത്തിയാൽ വൈക്കോൽ നഷ്ടപ്പെടുമെന്ന് കർഷകർ പറയുന്നു. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി വേനൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കർഷക മനസ്സുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയ്ക്കുകയാണ്. വിളഞ്ഞ നെല്ല് വെള്ളത്തിൽ വീണ പാടശേഖരങ്ങൾ കൊടകര കൃഷി ഓഫീസർ നയന താര സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ശനിയാഴ്ച കൊയ്ത്തു പൂർത്തിയായെങ്കിലും പാടത്ത് സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയി. മഴ തുടർന്നാൽ ഈ വൈക്കോൽ നശിച്ചുപോകുമെന്ന ആശങ്കയിലാണ് ഇവിടത്തെ കർഷകർ. TCV ന്യൂസ്, കൊടകര.